നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. ആദ്യം തന്നെ പറയട്ടെ, വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. കുടിയാമലയിൽ നിന്നുള്ള ലൈവ് നിങ്ങളെല്ലാം കണ്ടതാണ്. കുടിയാമലയിൽ നിന്നും ആലക്കോടേക്ക് വരുന്ന വഴിക്ക് നടുവിൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. നടുവിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് ഷെഡിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ 3 വെയിറ്റിംഗ് ഷെഡ് കാണാം. ഒന്ന് MP-യുടേത്, ഒന്ന് MLA-യുടേത്, ഒന്ന് പഞ്ചായത്തിൻ്റെയാണ്. MP-യുടേതിന് 10 ലക്ഷം, MLA-യുടേതിന് 10 ലക്ഷം, പഞ്ചായത്തിൻ്റെതിന് എത്ര ലക്ഷം രൂപയാണെന്ന് അറിയില്ല. ഇതിന് അസ്ഥികൂടം മാത്രമേ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും 3 വെയിറ്റിംഗ് ഷെഡുണ്ട്. കേരളത്തിൽ തന്നെ ചരിത്രത്തിലെ ഭാഗമാകേണ്ട ഒരു പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ് നടുവിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ് വേറെ എവിടെയും കാണില്ല. എന്തായാലും ഏതാണ്ട് ഈ പഞ്ചായത്തിനൊരു എസ്റ്റിമേറ്റ് നമുക്ക് ഒരു 5 ലക്ഷം കൂട്ടാം. പോട്ടെ, ഇവരെ അങ്ങനെ എഴുതി എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 1/4 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്ന ഈ നടുവിൽ പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ കാഴ്ച കാണാം. ആദ്യം വെയിറ്റിംഗ് ഷെഡിൻ്റെ കാഴ്ച കാണുന്നതിന് മുമ്പ് ഈ കാഴ്ച നിങ്ങൾ കാണും കേട്ടോ. ഇത് നടുവിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറി ഇറങ്ങുമ്പം ടയറൊക്കെ കുഴിയിൽ വീഴും. അതിമനോഹരമായ ടാറിംഗ് ആണ് കാണാം. ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ. ശ്രീനി ആലക്കോട് പറയുമ്പോൾ നിങ്ങൾ ആർക്കും വിഷമം തോന്നരുത്. ഒരു പാർട്ടിയും കുറ്റപ്പെടുത്തി പറയുന്നില്ല. ശ്രീനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ അവിടെ കുറേ മക്കളുകൾ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ. നല്ല തണലുണ്ട്, ഇവിടെ ഇരിക്കാം. പലയിടങ്ങളിലേക്ക് പോകേണ്ട ആളുകളാണ്. ഇത് വനിതകൾക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നതാണല്ലേ. ചേച്ചിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ട് പറയാലോ, ഇത്രയും വെയിറ്റിംഗ് ഷെഡ് ആവശ്യം ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ ദിവസം എല്ലാത്തിലും ആളുണ്ടായിരുന്നു. ഇന്നിപ്പോ ആള് തീരെ കുറവാ. അതല്ലേ, 2 എണ്ണം നമുക്ക് വേണം. 3 എണ്ണത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്തായാലും ഈ 20 ലക്ഷം രൂപയുടെ മുതലാണ് ഈ കാണുന്ന 2 എണ്ണം. ആ സംഭവം ഒന്ന് കാണാം കേട്ടോ. ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് MP-യുടെ 2021-22 സാമ്പത്തിക വർഷത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നടുവിൽ പഞ്ചായത്ത് കാണുന്നുണ്ടല്ലോ. മനോഹരമായ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അവിടുന്ന് തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA-യുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 2021-22 വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മനോഹരമായ വെയിറ്റിംഗ് ഷെഡ്. അതിനകത്ത് റേഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. റേഡിയോ ഉണ്ട്, പ്ലഗ് ഉണ്ട്. സംഗതി കൊള്ളാം. ഇരിക്കൂ ടൂറിസം വെൽക്കം യു നമുക്ക് പറഞ്ഞിട്ട് പാലക്കൽ നിന്നിട്ട് നല്ല മനോഹരമായ ഫോട്ടോയൊക്കെ ഉണ്ട്. ബസ്സൊക്കെ ഇവിടെ തിരിഞ്ഞു വരണം കണ്ടോ. ഈ ബസ് തിരിഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. ഒരു ബസ്സിന് മര്യാദക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത ഈ ബസ് സ്റ്റാൻഡ് ആണെന്നുള്ളത് കൂടി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുണ്ടും കുഴിയുമായ ഈ ബസ് സ്റ്റാൻഡിൽ മുന്നിൽ നല്ല പൊടിയാണ്. പൊടി പിടിച്ചു കിടക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ ആണ് മനോഹരമായ 2 വെയിറ്റിംഗ് ഷെഡുകൾ ഉള്ളത്. മുഴക്കമുണ്ടല്ലേ, നല്ല റേഡിയോ സ്പീക്കറൊക്കെ ഉണ്ട് മേളിൽ. ഞാൻ ഇതിനെക്കുറിച്ച് മോശമായി പറയുന്നില്ല. 2 വെയിറ്റിംഗ് ഷെഡാണ്. 2 വെയിറ്റിംഗ് ഷെഡൊക്കെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. എന്തായാലും ഈ 10 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും ഉപയോഗിച്ച് 2 വെയിറ്റിംഗ് ഷെഡ്, ഇത് MP-യുടെ ഇത് അവസാനം MP-യുടെ വെയിറ്റിംഗ് ഷെഡാണ് ഇത്. നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 10 ലക്ഷം രൂപയുടെ മുതലാണ് ഈ കിടക്കുന്നത്. ഇതിന് 10 ലക്ഷം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ അതല്ല പറഞ്ഞത്. ഈ ഇത്രയും ചെറിയ ഒരു ബസ് സ്റ്റാൻഡിൽ 2 ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇങ്ങനെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ എടുത്തതാ ഇവിടെ ഈ കാണുന്ന കുഴികളടക്കാനുള്ള ആ മാന്യതയെങ്കിലും നിങ്ങൾ പുലർത്തിയിരുന്നെങ്കിൽ ഞാനിത് ചോദിക്കുമായിരുന്നില്ല. അതുപോലും ചെയ്യാതെ ഈ പൊടി പിടിച്ച് കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ, കുണ്ടും കുഴിയുമായ ബസ് സ്റ്റാൻഡിൽ കയറിയിറങ്ങുന്ന ബസ്സുകളുടെ കല്ലുകൾ ദേഹത്തേക്ക് തെറിക്കാൻ പാകത്തിന് നല്ല സ്റ്റീലിന്റെ ബെഞ്ചൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ ആളുകളെ ഇരുത്തുന്ന ഈ നടപടി ശരിയാണോ എന്ന് ഒന്ന് അധികൃതർ പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. ആവർത്തിച്ചാലേ ഞാൻ കാട് കയറുമെന്നുള്ള ചില ആളുകൾക്ക് പ്രശ്നമുണ്ട്. ചേട്ടാ, എന്നോട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നല്ലേ? ഞാൻ കേട്ടു. ഇതൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും? ഇത് ആവശ്യമുള്ള കാര്യമായി പറയുന്നുള്ളൂ. അല്ല, ഇപ്പൊ ഈ വെയിറ്റിംഗ് ഷെഡ് ഇത്രയും വെയിറ്റിംഗ് ഷെഡ് ആവശ്യമുണ്ടോ ഇവിടെ? ആവശ്യമുണ്ടോന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എടുത്തെങ്കിലേ അവർക്ക് ഭക്ഷിക്കാൻ കഴിയൂ. അതാണ് ഇവർക്ക് ഇതിന്റെ കൂട്ടത്തില് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ ബാക്കി എടുത്തിട്ട് ഇത്ര ചെലവഴിന്ന് അയച്ചു എന്ന് പറഞ്ഞിട്ട് രേഖ കാണിക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയായത്. മറ്റേ താല്പര്യം, ആളോടുള്ള താല്പര്യം കൊണ്ടല്ല. ആളോടുള്ള താല്പര്യം ഇതല്ലേ കൊണ്ട്. അത് തന്നെ കേട്ടോ. ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങൾ. ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ. എന്തായാലും വെറുതെ ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആലക്കോട് പഞ്ചായത്തിലാണ്. അവിടെ ഒരു മകളും അമ്മയും താമസിക്കുന്ന ഒരു വീടിനെ കുറിച്ച് നിങ്ങൾ കണ്ടു. അവിടെ ഒരു കക്കൂസില്ലാത്ത ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു.
അങ്ങനെയുള്ള നാട്ടിലാണ് ഒരാവശ്യമില്ലാതെ 2 വെയിറ്റിംഗ് ഷെഡൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ കരുവഞ്ചാൽ വെയിറ്റിംഗ് ഷെഡും കൂടി ഒന്ന് കാണാം. കരുവഞ്ചാൽ വെയിറ്റിംഗ് ഷെഡ് മേക്കോ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ആ മേക്കോ എന്ന് പറഞ്ഞ വെയിറ്റിംഗ് ഷെഡ് കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.